IBS ഉള്ളവർക്ക് ദിവസേന കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഏത്തപ്പഴം. അതുകൊണ്ട് തന്നെ IBSന് ചികിത്സ എടുക്കാൻ വരുമ്പോഴും പലപ്പോഴും ഞാൻ രോഗികളോട് പറയുന്ന ഒരു കാര്യമാണ്, ആഴ്ചയിൽ 7 ദിവസത്തിൽ ഒരു 5 ദിവസമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ഏത്തയ്ക്ക പുഴുങ്ങി കഴിക്കണമെന്ന്. പ്രധാനപ്പെട്ട 5 ഗുണങ്ങളാണ് നമുക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നത്. ഒന്നാമതായിട്ടുള്ളത്, നമുക്ക് ദിവസേന ആവശ്യമായ ഫൈബറിന്റെ മൊത്തം ശതമാനത്തിൽ ഒരു 10% നമുക്ക് ഇതുപോലെ ഒരു ഏത്തപ്പഴം പുഴുകി കഴിച്ചാൽ ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്, ഏത്തപ്പഴത്തിൽ നല്ല രീതിയിൽ പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ ഫുഡ് പാസ് ചെയ്യാൻ, അത് സ്മൂത്തായിട്ട് പാസ് ചെയ്യാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ദിവസേന ഒരു ഏത്തപ്പഴം ഇതുപോലെ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ മലബന്ധമുള്ളവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മൂന്നാമതായിട്ടുള്ളത്, ചിലവർക്ക് ഇതുപോലെ കൂടെ വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോകുന്ന ടെൻഡൻസി ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കും അത് പരിഹരിച്ചെടുക്കാൻ സ്റ്റൂൾ കുറച്ചുകൂടി ബൾക്കിയായി കട്ടിയായി വയറ്റിൽ നിന്ന് പോകാൻ ഇത് നിങ്ങളെ സഹായിക്കും. നാലാമതായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്, കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ഒരു പ്രീബയോട്ടിക് ആയിട്ട് നമ്മുടെ ഏത്തപ്പഴം ആക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഏത്തപ്പഴം ഇതുപോലെ ദിവസേന കഴിക്കുമ്പോൾ നമ്മുടെ കുടലിൽ നല്ല ഗട്ട് ബാക്ടീരിയകളെ അത് ഫീഡ് ചെയ്യുകയും നല്ല ഗട്ട് ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അത് കാരണമാവുകയും ചെയ്യും. അഞ്ചാമതായിട്ട്, ഏത്തപ്പഴം ഇതുപോലെ ദിവസേന കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണമാണ്, നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ശരീരത്തിൽ ശരിയായ രീതിയിൽ നിലനിർത്താൻ അത് സഹായിക്കും. പ്രത്യേകിച്ച് പൊട്ടാഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയൊക്കെ ശരീരത്തിൽ വരുവാണെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട 5 ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ IBS ഉള്ളവരോട് ഏത്തയ്ക്ക പുഴുങ്ങി കഴിക്കാൻ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ കഴിക്കുന്നവർക്ക് അവരുടെ IBSന്റെ പ്രയാസങ്ങളൊക്കെ ശരിയായ രീതിയിൽ കുറഞ്ഞു വരുന്നതും കാണാറുണ്ട്.